യോശുവ ഈസ് ദ മാൻ ഓഫ് വാർ. യോശുവ അവനൊരു യുദ്ധത്തിന്റെ മനുഷ്യനാണ്. മോശ ദൈവത്തിന്റെ മഹത്വം ചുമന്നവനായിരുന്നു. പക്ഷേ യോശുവയ്ക്ക് എല്ലാം യുദ്ധമായിരുന്നു. സ്തോത്രം. ഒരു ദിവസം മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് കൽപ്പനയൊക്കെ പ്രാപിച്ച് ഇറങ്ങി വരുമ്പോൾ പകുതി വഴിയിൽ അസോസിയേറ്റായ അത് യോശുവ ഉണ്ടായിരുന്നു. സ്തോത്രം. മോശ പ്രകാരം പറയുന്നു, പാളയത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. യോശുവ എടുത്ത വായുടെ ഉടനെ പറയുകയാണ്, പാളയത്തിൽ യുദ്ധമുണ്ട്. കാരണം അതാണ് അവൻ്റെ വിളി, അതാണ് അവൻ്റെ തെരഞ്ഞെടുപ്പ്. അവൻ എന്ത് ചെയ്താലും യുദ്ധമാണ്. വണ്ടി പഞ്ചറായാൽ യുദ്ധം, പോരാട്ടം. ബൾബ് ഫീസായാൽ പോരാട്ടം. അവിയലിൽ കല്ല് കടിച്ചാൽ പോരാട്ടം. കേൾക്കുന്നതിനും കാണുന്നതിനും സകലതിനും പോരാട്ടം. പക്ഷേ 40 ദിവസം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടിരുന്ന മോശ പറഞ്ഞു, നോ 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 നോ, ആ പാളയത്തിൽ കേൾക്കുന്നത് പോരാട്ടമല്ല, ഇറ്റ്സ് എ സൗണ്ട് ഓഫ് സെലിബ്രേഷൻ. യോശുവ സ്തോത്രം യുദ്ധത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. വീണ്ടും അതുകൊണ്ടാണ് യെരിഹോ സമഭൂമിയിൽ യോശുവ നിൽക്കുമ്പോൾ സ്തോത്രം ഇത് ഒരു മാനിഫെസ്റ്റേഷനായി കർത്താവ് അവന്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഏതൊരു എൻകൗണ്ടർ ആണോ നിങ്ങളുടെ മുൻപിൽ കർത്താവ് നൽകുന്നത്, അതാണ് നിങ്ങളുടെ മേൽ ദൈവം പ്രതീക്ഷിക്കുന്നതായ നിയോഗം. ഏതൊരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു, അതനുസരിച്ചായിരിക്കും ദൈവം ഭാവിയിൽ നിങ്ങളെ ഉപയോഗിപ്പാൻ പോകുന്നത്. സ്തോത്രം. ഈ തലമുറയിൽ യോശുവ നീ ഒരു യുദ്ധത്തിന്റെ മനുഷ്യനാണ്. യോശുവ നീ ഒരു യുദ്ധത്തിന്റെ മനുഷ്യനാണ്. മോശയുടെ ആബ്സെൻസിൽ നീ ഒരു ലീഡറാകാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ എല്ലാവരും നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നീ ഒറ്റക്കല്ല, നിന്റെ ഓരോരുത്തരുടെ പിൻപിൽ 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് ആത്മാക്കളെ ഞാൻ കാണുകയാണ്.